മോൻ്റെ തലയിൽ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ്സ് യൂട്യൂബിൽ വരാറുണ്ടായിരുന്നു. റീസെൻ്റ്ലി വന്ന കമൻറ്റ്സാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലും സെയിം ഇതുപോലുള്ള പാരൻസ് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. മോൻ്റെ തലയിൽ ഹെമാൻജിയോമയാണ്, അതായത് രക്തക്കുഴലുകളുടെ വളർച്ച. മോൻ ജനിച്ച സമയത്ത് ഇതൊരു പൊട്ട് പോലെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഡോക്ടറോട് ഇത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഹെമാൻജിയോമയാണ്, പേടിക്കാനൊന്നുമില്ല, രക്തക്കുഴലുകളുടെ വളർച്ചയാണ്, ഇത് നന്നായിട്ട് കെയർ ചെയ്യണം. കാരണം ജസ്റ്റ് ഒന്ന് തൊട്ടാൽ വരെ രക്തം നന്നായിട്ട് വരും, ഇൻഫെക്ഷൻ ആവും. അപ്പോൾ നിങ്ങൾ കെയർ ചെയ്യാണ് വേണ്ടത്, അല്ലാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു വയസ്സാകുമ്പോൾ മാറിക്കോളൂ. ഡോക്ടർ പറഞ്ഞ പോലെ ഇവൻ വളരുന്നതനുസരിച്ച് ഇത് വളരാൻ തുടങ്ങി, ഭയങ്കര റെഡിഷ് കളറാവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം തലൻ്റെ സൈഡിൽ തന്നെയാണ്ട് വേഗം മുറിവാകാനും സാധ്യതയുണ്ട്. പിന്നെ ഇവൻ്റെ ഇരട്ട ഇത് പിടിച്ച് വലിക്കാനും ശ്രമിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കെയർ ചെയ്യണം, രണ്ടാൾ ഒരുമിച്ച് നിർത്താനും പാടായിരുന്നു. അതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ളവരുടെ കുത്തിയുള്ള ചോദ്യങ്ങളും സൂക്ഷിച്ചുള്ള നോട്ടമൊക്കെ. അപ്പോൾ ഞാൻ പുറത്തു പോകുമ്പോൾ ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ കവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇക്ക പറഞ്ഞു എന്തിനാ ഇങ്ങനെ കവർ ചെയ്യുന്നത്, നമ്മുടെ മോനക്ക് അതൊരു കുറവല്ലല്ലോ, എന്തായാലും ഇത് മാറുന്ന സംഗതിയില്ലേ. അങ്ങനെയാണ് എൻ്റെ ആ ഒരു മൈൻഡ് പോയത്. എന്നാൽ ആളുകളുടെ ചോദ്യവും നോട്ടം കാണുന്നതുകൊണ്ട് ക്യാപ്പ് പുറത്തും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മോൻ സ്വയം വലിച്ചെറിയാൻ തുടങ്ങിയപ്പോഴാണ് ക്യാപ്പ് ഇടാതെ ആയത്. അതുകൊണ്ട് ആൾക്കാരുടെ സൂക്ഷിച്ചുള്ള നോട്ടം ഇപ്പോഴും സഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വയസ്സായപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചത്. കണ്ണൂരിലെ ഭട്ട ഡോക്ടറാണ്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്, സർജനാണ്. ഡോക്ടറാണ് ഒരു മാസത്തേക്ക് ഗുളിക തന്നത്, ഈ ഒരു ഗുളികയാണ് തന്നത്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന്. അവർക്കുള്ള റിപ്ലൈ കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകാൻ വൈകിയാലും അത്രയും ദിവസം നമ്മൾ എക്സ്ട്രാ ഈ ഗുളിക വാങ്ങി കൊടുക്കണം. ഹാഫ് ഗുളിക രാത്രിയും ഹാഫ് ഗുളിക രാവിലെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 മാസം കൂടി ഇത് കുടിക്കാൻ ഈ സെയിം ഗുളിക, അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കുറയും. എന്തായാലും ഒരു ദിവസം പോലെ ഈ ഗുളിക നിർത്താൻ പാടില്ല. നമ്മൾ ഡോക്ടറെ അടുത്ത് ഫോളോ അപ്പിന് ചെല്ലാൻ വൈകിയാലും ഗുളിക കൊടുക്കണം. അപ്പോൾ ഡോക്ടർ 2-3 വയസ്സാകുമ്പോൾ കുറയുന്നതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്താവും അറിയില്ല. ഇത് വലുതാകുന്ന ടൈമിൽ മുഴച്ച് നിൽക്കുന്ന പോലെയായിരുന്നു, തൊടുമ്പോൾ സോഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അത് കുറയുന്നതിന് ലക്ഷണമായിട്ട് കരുതുന്നു. എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻ ഇതുപോലെ ഉണ്ടായിരുന്നു. അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് തനിയാണ് മാറിയത്. 5-6 വയസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾക്ക് വേഗം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.